السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه ما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ബുലൂഗുൽ മറാമിൽ കിതാബുൽ ജാമിഇലെ ഹദീസുകളാണ് നമ്മൾ വായിച്ചു വരുന്നത്. ബാബു തർഹീബി മിൻ മസാവിൽ അഖ്ലാഖ്, നമ്മളിൽ നിന്നും ബഹുദൂരം അകറ്റേണ്ട ഒരുപാട് മോശപ്പെട്ട സ്വഭാവങ്ങളെക്കുറിച്ചാണ്, അതിനെക്കുറിച്ചുള്ള താക്കീതുകളാണ് നമ്മൾ കഴിഞ്ഞ ഹദീസുകളിലൊക്കെ വായിച്ചു വരുന്നത്. وعن ابن عباس رضي الله عنهما قال قال رسول الله صلى الله عليه وسلم من تسمع حديث قوم وهم له كارهون صب في أذنيه الآنك يوم القيامة يعني الرصاص. أخرجه البخاري. إمام بخاري رحمه الله ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തസമ്മഅ ഹദീസ ഖൗമിൻ വഹും ലഹു കാരിഹൂൻ, ഒരു ഭാഗം ആളുകളുടെ സംസാരം അവർക്കിഷ്ടമല്ലാത്ത നിലയിൽ കേൾക്കാൻ വല്ലവനും ഉദ്ദേശിച്ചാൽ, സുബ്ബ ഫീ ഉസ്നൈഹി അൽ ആനുക്, അവന്റെ ഇരു ചെവികളിലും ആനുക് അഥവാ ഈയം ഒഴിക്കപ്പെടുന്നതാണ് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. റസാസ് എന്നാണ് അൽ ആനുക്കിന് അദ്ദേഹം അവിടെ കൊടുത്തിട്ടുള്ളത്, അഥവാ ഈയം, ലഡ് എന്ന് പറയുന്ന കാര്യമാണത്. സഹോദരങ്ങളെ, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണിത്. ഈ ഹദീസിൽ പറയുന്നത്, ഒരു ഭാഗം ആളുകൾ അവർ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം സംസാരിക്കുന്നു, അവരുടെ സംസാരം മറ്റൊരാൾ കേൾക്കുന്നത്, അറിയാതെ കേൾക്കുന്നത് അവരിഷ്ടപ്പെടുന്നില്ല. ഇതറിഞ്ഞിട്ടും വേറൊരാൾ ആ കാര്യം അത് പകർത്തുകയും അത് ജനങ്ങൾക്കിടയിൽ വ്യാപിപ്പിക്കണമെന്നില്ല, അത് കേവലം കേൾക്കുക എന്നുള്ളത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീതായിട്ട് പറയുന്നത്. ഒരു ഭാഗം ആളുകൾ എന്തെങ്കിലുമൊക്കെ ഒരു സംസാരം, ഏത് സംസാരമാകട്ടെ, അത് മറ്റൊരാൾ അത് കേൾക്കുകയാണ്. മൻ തസമ്മഅ ഹദീസ ഖൗം, ഒരു ഭാഗം ജനങ്ങളുടെ സംസാരം, തസമ്മഅ അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നാണ് അതിന്റെ അർത്ഥം. വഹും ലഹു കാരിഹൂൻ, അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ഇയാളിത് ശ്രദ്ധിച്ച് കേൾക്കുന്നത്, ഇയാളിത് കേൾക്കുന്നത് അവരിഷ്ടപ്പെടുന്നില്ല. അവർ രഹസ്യ സ്വഭാവത്തിൽ സംസാരിക്കുന്ന ചില കാര്യങ്ങളാണ്. അത് ആരെങ്കിലും അങ്ങനെ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ, സുബ്ബ ഫീ ഉദ്നൈഹി അൽ ആനുക യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഈയം ഉരുക്കിയിട്ട് അവന്റെ ഇരു ചെവികളിലും ഒഴിക്കപ്പെടും എന്നാണ് സഹോദരങ്ങളെ പറയുന്നത്. ഇവിടെ പരസ്യമാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല. ആരെങ്കിലും പരസ്യമായി എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നത് മറ്റൊരാൾ കേട്ട് കഴിഞ്ഞാൽ അത് കുഴപ്പമുള്ള കാര്യമല്ല. കാരണം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രഹസ്യമായി ഒരാൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയാണ്, രണ്ടാളുകൾക്ക് ഇടയിലുള്ളൊരു സംസാരമാണ്. അത് ഒരു വേള ഒരു റൂമിനകത്തുള്ളൊരു സംസാരമാകാം, രണ്ടാൾ കൂടി ഒരു റൂമിലിരുന്ന് ഒരു കാര്യം സംസാരിക്കുന്നു. അപ്പം മൂന്നാമതൊരാൾ ആ റൂമിന്റെ കതകിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ജനവാതിലിന്റെ ഭാഗത്ത് വന്ന് ചെവി കൂർപ്പിക്കുന്നു, എന്താണ് ഇവർ പറയുന്നത് എന്ന് കേൾക്കുന്നു. ഇതിനുള്ള ശിക്ഷയാണ് സഹോദരങ്ങളെ ഇത് പറയുന്നത്. ഇതേത് രൂപത്തിലുള്ള കേൾക്കുന്ന കാര്യമാകട്ടെ, വഹും ലഹു കാരിഹൂൻ, ഈ സംസാരിക്കുന്ന ആൾക്ക് ഈ പറയുന്ന കാര്യം വേറൊരാൾ കേൾക്കുക എന്നുള്ളത് വെറുപ്പുള്ള കാര്യമാണ്. അതുണ്ടായാൽ തന്നെ മതി. സുബ്ബ ഫീ ഉദ്നൈഹി, അവന്റെ ഇരു ചെവികളിലും ഒഴിക്കപ്പെടും. ആരാണ് ഒഴിക്കുന്നത് എന്ന് വന്നിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം മലക്കുകളായിരിക്കാം അതൊഴിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം സൂറത്ത് ദുഖാനിലൊക്കെ അള്ളാഹു മലക്കുകളോട് പറയുന്നതുണ്ട്, സുമ്മ സുബ്ബു ഫൗഖ റഅസിഹി മിൻ അദാബിൽ ഹമീം, ചൂടേറിയ നരകത്തിന്റെ ശിക്ഷ അവരുടെ തലമുകളിലൂടെ ഒഴിച്ചു കൊടുക്കുക എന്ന്
അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അത് മലക്കുകളാണ്. അപ്പൊ ഇവിടെയും അത് മലക്കുകളാകാൻ സാധ്യതയുണ്ട്. അൽ ആനുക് എന്ന് പറയുന്ന വാക്കിനർത്ഥം റസാസ് ആണ്. റസാസ് എന്ന് പറയുന്നത് ഈയം, അത് മുദാബൻ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അത് ഉരുക്കിയതിന് ശേഷമാണ്, എന്നാലാണ് ഉരുക്കിയാലാണ് ഈയം അത് ചെവിയിൽ ഒഴിക്കാൻ പറ്റുക. അതാണ് പ്രയാസകരമായിട്ടുണ്ടാവുക. ഈ ഹദീസിൽ നിന്നുള്ള ഫായിദ ഒന്ന്, മിൻ ഫവായിദി ഹാദൽ ഹദീസ്, ഒന്ന് തഹ്രീമു തസമ്മുഇ ഇലാ ഖൗമിൻ യക്റഹൂന അൻ യസ്മഅഹും അഹദ്. ഒരു വിഭാഗം ആളുകൾ അവരിഷ്ടപ്പെടാത്ത കാര്യം മറ്റൊരാൾ കേൾക്കുക എന്നുള്ളത് നിഷിദ്ധമാണ് എന്നിത് അറിയിക്കുന്നു. അതേത് രൂപത്തിലുള്ള, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, അതേത് രൂപത്തിലുള്ള രീതിയിൽ അയാൾ കേട്ടാൽ അത് ശരി, അത് എല്ലാം അതിൽ പെടുന്നു. രണ്ടാളുകൾ ഒറ്റയ്ക്കിരുന്നൊരു സൊഫിലിരുന്ന് സംസാരിക്കുന്നു. അയാൾ ഈ പറയുന്ന രണ്ടാളുകളും അത് രഹസ്യമായി സംസാരിക്കുന്നതാണ്. അത് കേൾക്കുന്നതിന് വേണ്ടി വേറൊരാൾ വന്ന് പിറകിലെ സൊഫിലിരിക്കുന്നു, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തിരിക്കുന്നു. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, ചില ആളുകൾ ഈ പറയുന്ന രണ്ടാളുകളും സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി ചിലപ്പോൾ എന്ത് ചെയ്യും, അവിടെയൊക്കെ ഒരു മുസാഫൊക്കെ എടുത്തു പോയിരിക്കും, അല്ലെങ്കിൽ ഒരു കിതാബൊക്കെ എടുത്തു പോയിരിക്കും. എന്നിട്ട് അതിലേക്ക് നോക്കുന്നത് പോലെയാകും. ഇവന്റെ ശ്രദ്ധ മുഴുവൻ ഈ പറയുന്ന രണ്ടാളുകളുടെ സംസാരം കേൾക്കാനായിരിക്കും. ഇനി ഒന്നുകൂടി അവരെ വഞ്ചിക്കുന്നതിന് വേണ്ടി ഇവൻ ചിലപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പാരായണം ചെയ്യുന്നത് പോലെ ചുണ്ടൊക്കെ അനപ്പിക്കും. എന്നിട്ട് ഇവന്റെ ശ്രദ്ധ മുഴുവൻ ഈ ആളുകളുടെ സംസാരത്തിൽ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സഹോദരങ്ങളെ, അതെല്ലാം ഈ പറയുന്ന താക്കീതിൽ പെടുമെന്നുള്ളതാണ്. അതുപോലെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, വമിൻ ദാലിക ഐദൻ അൻ യദഅ മുസജ്ജല, അതിൽ പെടുന്നതാണ് ഒരാൾ ഒരു റെക്കോർഡർ കൊണ്ടുവെക്കുന്നു. രണ്ടാളുകൾ സംസാരിക്കുന്നത് കേട്ട് കേൾക്കാൻ വേണ്ടി ഒരു റെക്കോർഡർ അവിടെ കൊണ്ടുവെക്കുകയാണ്. ആ റെക്കോർഡർ അവിടെ കൊണ്ടുവച്ചിട്ട് അതെന്ത് ചെയ്യും, അതിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, ബൽ ഖദ് യകൂനു അബ്ലഗ്, കാരണം അതിനേക്കാളും, നമ്മൾ കട്ട് കേൾക്കുന്നതിനേക്കാളും കൂടുതൽ ഗൗരവമുള്ള കാര്യമാണ് നമ്മൾ വല്ലതും റെക്കോർഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. കാരണം കട്ട് കേൾക്കുക എന്നുള്ളത് ഒരു പക്ഷേ നമുക്ക് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് നമുക്ക് മുഴുവൻ കാര്യങ്ങളും, അവിടെ സംസാരിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റും. അദ്ദേഹം പറയുകയാണ്, ലി അന്ന ഹുനാക മുസജ്ജലാത്തുൻ സഗീറ അലാ ഖദ്രി ഉൽബത്തിൽ കിബ്രീത്, ചെറിയ നമ്മളൊരു മുത്തൊക്കെ പോലെയുള്ള, പഴുയൊക്കെ പോലെയുള്ള അത്ര വലിപ്പത്തിലൊക്കെയുള്ള റെക്കോർഡർ ഉണ്ട്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ അതുണ്ട് എന്നുമാണ് പറയുന്നത്. സാധാരണ ആളുകൾ ഇരിക്കുന്നിടത്തൊക്കെ കൊണ്ടുപോയി അത് വെക്കും. വഹും ലാ യഅലമൂന ബിഹാദൽ മുസജ്ജൽ, അവിടെ ഒരു റെക്കോർഡറുള്ള കാര്യം ഇവരറിയുകയില്ല. അങ്ങനെ സഹോദരങ്ങളെ അദ്ദേഹം പറയാൻ, വഹുനാക അയ്ളൻ മുസജ്ജലാത്ത് ഗരീബ തഅ്തമിറു ബിഅംരിക ഇദാ അമർതഹ, വേറെ ചില റെക്കോർഡർ ഉണ്ട്. അദ്ദേഹം പറയാണ്, നിങ്ങൾ കൽപ്പിച്ചാൽ, നിങ്ങൾ ഓർഡർ കൊടുത്താൽ അത് റെക്കോർഡാകും. അപ്പം അങ്ങനെയുള്ള പല സംവിധാനങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ സ്പൈ ആയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ അത് വീഡിയോ റെക്കോർഡിങ് തന്നെ ചെയ്യുന്നതായിരിക്കും. രഹസ്യ ക്യാമറകൾ സൂക്ഷിച്ചിട്ട് ആളുകളുടെ സംസാരം ഒപ്പിയെടുക്കുക, അല്ലെങ്കിൽ അതുപോലുള്ള രഹസ്യ റെക്കോർഡറുകൾ, സൗണ്ട് റെക്കോർഡിങ്ങൾ ഉപയോഗിച്ചിട്ട് രണ്ടാളുകളുടെ സംസാരം അത് അവർ സംസാരിക്കുന്നത് ചോർത്തിയെടുക്കുക, ഏത് രൂപത്തിലാകട്ടെ. അദ്ദേഹം പറയുന്നു, വൽ മുഹിം അന്ന തുറുക തസമ്മു കസീറ, ധാരാളം രൂപത്തിൽ ഇങ്ങനെ കേൾക്കാനുള്ള മാർഗങ്ങളുണ്ട്. നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്ലഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരുപാധികമായിട്ട് പറഞ്ഞിട്ടുള്ളത്, വലം യഖുൽ മൻ തസമ്മഅ ബികദാ, ഇന്ന രൂപത്തിൽ കേട്ടാൽ എന്ന് പറഞ്ഞിട്ടില്ല. ഫയകൂനു ആമ്മൻ ബികുല്ലി സം, ഏത് രൂപത്തിൽ കേട്ടാലും സഹോദരങ്ങളെ ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ രണ്ടാളുകൾ സംസാരിക്കുന്ന കാര്യം നമ്മൾ ഒരു മസ്ലഹത്തും വിചാരിച്ചിട്ട് എന്ത് ചെയ്യേണ്ടതില്ല, അത് കട്ട് കേൾക്കേണ്ടതില്ല. അതുകൊണ്ട് നമുക്ക് യാതൊരു ഉപകാരവും ഇല്ല. രണ്ടാമത്തെ ഫായിദ, അന്ന തസമ്മുഅ ബിഹദീസി ഖൗമിൻ യക്റഹൂനഹു മിൻ കബായിരി ദുനൂബ്, ഒരു ഭാഗം ആളുകൾ വെറുക്കുന്ന കാര്യം നമ്മൾ കട്ട് കേൾക്കുക എന്നുള്ളത് വൻ പാപത്തിൽപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? കാരണം ഇതിൽ ശിക്ഷ പറഞ്ഞിരിക്കുന്നു. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു തിന്മക്ക് നരകത്തിൽ ഇന്ന ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞാൽ അത് വൻ പാപമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, അവന്റെ ഇരു ചെവികളിലും ഈയം ഉരുക്കിയിട്ട് ഒഴിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വൻപാപത്തിൽപ്പെട്ടതാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, വഹൽ യുസ്തസ്നാ മിൻ ദാലിക ഷൈ, ഇതിലെന്തെങ്കിലുമൊക്കെ ഒഴികഴിവുണ്ടോ? അദ്ദേഹം പറയുന്നു, നഅം, ചില കാര്യങ്ങൾക്ക് ഒഴികഴിവുണ്ട്. യുസ്തസ്നാ മിൻഹു അത്തസമ്മുഉ ഇലൽ അദു, നമ്മുടെ ശത്രുക്കൾ, നമുക്കെതിരെ നീങ്ങുന്ന ശത്രുക്കളുടെ നീക്കം നമുക്ക് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് അത് അതിൽ നിന്ന് ഒഴിവാണ്. ഫഇന്ന തസമ്മുഅ ഇലൽ അദുവി ജായിസ്, നമ്മൾ ശത്രു, നമുക്കെതിരെ ആക്രമണം നടത്താൻ വേണ്ടി ഒരു ശത്രു തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ശത്രുക്കളുടെ ക്യാമ്പിൽ പോയി ഒരാൾ ഒളിഞ്ഞു കേൾക്കുകയാണ്, അവരെന്താ സംസാരിക്കുന്നത്, മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് അവിടെ ജാസൂസിന്റെ പണി അഥവാ സ്പൈ വർക്ക് നടത്തുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ്. കാരണം അവർ മുസ്ലിമീങ്ങൾക്ക് വലിയ ഉപദ്രവം ഉണ്ടാക്കാൻ പോകുകയാണ്. അതുകൊണ്ട് ആ കട്ട് കേൾക്കുന്നതിൽ വലിയ മസ്ലഹത്തുണ്ട്.
അത് അവന്റെ അഭിമാനത്തിനെ വ്രണപ്പെടുത്താനോ അങ്ങനെ ഒന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇവൻ ഈ രഹസ്യമായി ചർച്ച ചെയ്യുന്ന കാര്യത്തിൽ നമുക്കെതിരെ വലിയൊരു ഗൂഢാലോചനയും നമ്മളെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ അവിടെയുണ്ട്. അതുകൊണ്ട് അത് കേൾക്കുക എന്നുള്ളതിൽ അത് അനുവദനീയമാണ്. വലിഹാദാ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുർസിലു അൽ ജവാസീസ് തറ മാദാ യസ്നഉ അൽ അദു വമാദാ യുരീദ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം ജാസൂസുകളെ, ഇങ്ങനെയുള്ള ആളുകളെ പറഞ്ഞയക്കാറുണ്ട്. അവരെന്താണ്, ശത്രുക്കൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഹദീസിൽ അങ്ങനെ ഒരു ഇസ്തിസ്ന, ശത്രുക്കളുടെ നീക്കവും മറ്റുമൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്കങ്ങനെ രഹസ്യമായി അവരറിയാതെ തന്നെ അവർ വെറുക്കുന്ന അവസ്ഥയിൽ തന്നെ കേൾക്കൽ അനുവദനീയമാണ്. അതല്ലാത്ത ഘട്ടങ്ങളിൽ അനുവദനീയമല്ല. മൂന്നാമത്തെ പോയിന്റ്, അന്നഹു ലൗ തസമ്മഅ ഇലാ ഹദീസി ഖൗമിൻ വഹും യുസറൂന ബിദാലിക് ഫലാ ശൈഅ അലൈഹി. ആരെങ്കിലും ഒരാൾ, രണ്ടാളുകൾ സംസാരിക്കും, നമ്മൾ കേൾക്കുന്നത് അവർക്ക് താല്പര്യമുള്ള കാര്യമാണ്, അത് അവർക്ക് സന്തോഷം പകരുന്ന കാര്യമാണ് എങ്കിൽ ഫലാ ശൈഅ അലൈഹി, അതിൽ യാതൊരു കുഴപ്പമില്ല. ഏതുപോലെ രണ്ടാളുകൾ എന്തെങ്കിലും ദീനിന്റെ മസാലയൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടാവും, അല്ലെ, ദീനിന്റെ നല്ല നല്ല മസാലകൾ രണ്ടാളുകൾ ചർച്ച ചെയ്യുന്നത്, അത് മറ്റൊരാൾ കേൾക്കുന്നത് കൊണ്ട് ഇവർക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഇവരിൽ നിന്നും ആ ഉപകാരം ലഭിക്കുകയും അതങ്ങനെ ആളുകളിലേക്ക് എത്തുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെയുള്ള കാര്യം ഒരാൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് അതിൽ തെറ്റൊന്നുമില്ല. ഒരാൾ ദീനിയായ രണ്ട് മസാലകൾ ചർച്ച ചെയ്യാൻ, അല്ലെങ്കിൽ തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപകാരമുള്ള കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യുന്നത് നമ്മൾ ഇപ്പുറത്ത് മാറിയുന്ന ഉപകാരമുള്ള കാര്യം അറിയുന്നതിന് വേണ്ടി അത് കേൾക്കുകയാണ് എങ്കിൽ അതിൽ തെറ്റില്ല എന്നാണ് പറഞ്ഞത്. കാരണം അത് അവർ വെറുക്കുന്നില്ല. ഈ ഹദീസിൽ അവരെന്തു പറയുന്നുണ്ട്? വഹും കാരിഹൂൻ, അവർ വെറുക്കുന്നതാണ്. ഇത് കേൾക്കുന്നത് അവർ വെറുക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അത് ഇല്ല, ഇവിടെ ഇവർക്ക് സന്തോഷമാണ് എന്നുള്ളത് കൊണ്ടാണ്. നാലാമത്തെ പോയിന്റ്, അന്നൽ ജസാഅ മിൻ ജിൻസിൽ അമൽ. ഇത് ദീനിൽ ഒരുപാട് നമ്മൾ കാണുന്ന കാര്യമാണ്. ഓരോ കാര്യത്തിനും അതിന്റെ ഇനത്തിലാണ് പ്രതിഫലം നൽകപ്പെടുന്നത്. അത് ശിക്ഷയാകട്ടെ, അതല്ല മറ്റു പ്രതിഫലമാകട്ടെ, ശിക്ഷയാകട്ടെ അല്ലാത്തതാകട്ടെ, അതേ ഇനത്തിലാണ് നൽകപ്പെടുന്നത്. ഇവിടെ ഇവൻ ചെവി കൊണ്ടാണ് ഈ പറയുന്ന വിലക്കപ്പെട്ട കാര്യം കേൾക്കുന്നത്, കട്ട് കേൾക്കുന്നത്, രഹസ്യമായി സംഭാഷണം അവൻ ശ്രവിച്ചത് അവന്റെ ചെവി കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ചെവിയിലാണ് ശിക്ഷ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. വുളു കൃത്യമായി എടുക്കാതെ മടമ്പൻ കാലൊക്കെ നനവ് ശരിക്കെത്താത്ത രൂപത്തിൽ തിരക്കിട്ട് വുളു എടുത്ത് ഓടുന്ന ആളുകളോട്, അങ്ങനെ ഓടി ആ ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരാളുടെ വെള്ളം എത്തിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈലുൻ ലിൽ അഖാബി മിനൻ നാർ, നരകത്തിൽ നിന്നുള്ള ഈ മടമ്പുകാലുകൾക്ക് നാശം എന്ന് പറഞ്ഞു. കാരണം അവിടെ ഒരു വെള്ളം എത്തിയിട്ടില്ല. അപ്പൊ അവിടെ അതിനുള്ള ശിക്ഷയുണ്ട്. അവൻ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അതിനുള്ള ശിക്ഷയുണ്ട് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നെരിയാണി, രണ്ട് നെരിയാണി വിട്ട് താഴേക്ക് വസ്ത്രം ധരിച്ച ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അസ്ഫല മിനൽ കഅബൈനി ഫഫിന്നാർ. പുരുഷന്മാരെ കുറിച്ച് മാത്രമാണത്. മാ അസ്ഫല മിനൽ കഅബൈനി ഫഫിന്നാർ, രണ്ട് നെരിയാണി വിട്ട് താഴേക്ക് വസ്ത്രം ഉടുത്ത ആളുകൾ ഫഫിന്നാർ, ആ ഭാഗം നരകത്തിലായിരിക്കും എന്നാണ്. അപ്പോൾ ഏതൊരു കാര്യത്തിലാണോ നീ മഅസിയത്ത് ചെയ്യുന്നത് അതിനായിരിക്കും ശിക്ഷ. അത് ശരീഅത്തിൽ ഒരുപാട് കാണാൻ സാധിക്കുന്നതാണ്. അതാണ് ഒരു പോയിന്റ് ആയി പറയുന്നത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇവിടെ പറയുന്നുണ്ട്, ഇതേപോലെയാണ് നമ്മൾ ആരെങ്കിലുമൊക്കെ അവരുടെ പെർമിഷൻ ഇല്ലാതെ ഫോട്ടോ എടുക്കുക എന്നുള്ളത് ഇതിൽ പെടുമോ എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നു അത് പെടുന്നതാണ്. ഒരാൾക്ക് താല്പര്യമില്ല, അയാളുടെ ഫോട്ടോ എടുക്കുന്നത് താല്പര്യമില്ല. ഇന്ന് സമൂഹം തീരെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. മറ്റുള്ളവന്റെ രഹസ്യത്തിലും അവൻ ഇഷ്ടപ്പെടാത്ത കാര്യത്തിലേക്കൊക്കെ ഇന്ന് എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ട്. അതുകൊണ്ട് പണ്ടത്തെ പോലെ ക്യാമറ എടുക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പെട്ടി തുറന്ന് അതിന്റെ സ്റ്റാൻഡ് സെറ്റാക്കി ഒന്നും ആവശ്യമില്ല. ഫോൺ എടുത്തൊന്ന് ഞെക്കിയാൽ ഉടനെ ക്യാമറ വർക്ക് ചെയ്യാൻ. അങ്ങനെ നാട്ടുകാരുടെ മുഴുവൻ ഫോട്ടോ എടുക്കുന്നതിൽ ആണും ഉണ്ടാവും പെണ്ണും ഉണ്ടാവും. ഇവനെല്ലാവരും ഫോട്ടോ പകർത്തും, വീഡിയോ പകർത്തും, ഫോട്ടോ പകർത്തും. അപ്പൊ നാട്ടുകാരൊക്കെ അതിൽ ഉൾക്കൊള്ളുന്നത് ഇവൻ അവരോട് പെർമിഷൻ ചോദിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഒരാളുടെ പെർമിഷൻ ചോദിക്കാതെ അയാളുടെ ഫോട്ടോ നമ്മൾ പകർത്താൻ പാടില്ല. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുകയാണ്, ഹത്താ ലൗ കാന യഅരിഫു അന്ന ഹാദർ റജുല യഖൂലു ബിജവാസ് ഇൽതിഖാത്തി സുർ. ഈ മനുഷ്യൻ ഫോട്ടോ എടുക്കുന്നത് അനുവദനീയമായി കാണുന്ന ആളെങ്കിലും ശരി, ഒരാൾ ഫോട്ടോ എടുക്കുന്നത് അയാൾ അനുവദനീയമായി കാണുകയാണ്, അയാൾ ഫോട്ടോ എടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല, ചിത്രം വരയ്ക്കുന്ന പോലെയല്ല, അത് വേറെയാണ് അതിന്റെ മസാല എന്ന് കാണുന്ന വ്യക്തിയുടേതാണെങ്കിലും ശരി, അയാളുടെ പെർമിഷൻ ഇല്ലാതെ ഫോട്ടോ എടുക്കാൻ പാടില്ല. അപ്പൊ അയാൾ അത് ഹറാമാണെന്ന് കാണുന്ന ആളും കൂടിയാണെങ്കിലോ അത് ഗൗരവമുള്ള കാര്യമാണ്. ഒരാൾ ഫോട്ടോ എടുക്കുന്നത് ഹറാമാണ്, അങ്ങനെ പാടില്ല, വളരെ നിർബന്ധ സാഹചര്യത്തിന് അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊരാണ് മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരാളുടെ ഫോട്ടോ എടുക്കുന്നതോ അത് കൂടുതൽ ഗൗരവമുള്ള കാര്യമാണ്. കാരണം അയാൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്യാണ്, അയാൾ ഉപദ്രവിക്കലാണത്, അയാളുടെ പെർമിഷൻ ഇല്ലാതെ അയാളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. ഫോട്ടോ ആകട്ടെ വീഡിയോ ആകട്ടെ ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ സഹോദരങ്ങളെ അതെടുക്കാൻ
പാടില്ല. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സമൂഹം അത് തീരെ ഗൗനിക്കാതിരിക്കാൻ. എവിടെ പോയാലും നമ്മുടെയൊക്കെ ഫോട്ടോ എത്ര ആളുകളുടെ ഫോണിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, വളരെ കൂടുതലാണ്. കാരണം നമ്മൾ എവിടെ പോയാലും, ഇപ്പോൾ ഒരു ഹറമിൽ നമ്മൾ പോയാൽ പോലും, ഒരു ഉംറയ്ക്ക് വേണ്ടി നമ്മൾ പോയാൽ എത്രയോ ആളുകളുടെ, പല നാട്ടുകാരുടെ ഫോണിൽ ചിലപ്പോൾ നമ്മളുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഉണ്ടാവും. കാരണം അവരിതിങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ്. അവിടെയുള്ള മുഴുവൻ പകർത്തണം. തവാഫ് ചെയ്യുമ്പോൾ തവാഫിലല്ല ശ്രദ്ധ, അവിടെയുള്ള മുഴുവൻ കാര്യം പകർത്തണം. അപ്പുറത്ത് ആണും ഉണ്ടാവും പെണ്ണും ഉണ്ടാവും, അവരുടെയൊക്കെ ഫോട്ടോയും വീഡിയോയും ഈ മൊബൈലിൽ പകർത്തിക്കൊണ്ട് പോവുകയാണ്. അതിന് നമ്മൾ സഅയ് ചെയ്യാൻ പോയാൽ അവിടെ ഉണ്ടാകും. എവിടെ പോയാലും, ഒരു ഭക്ഷണം കഴിക്കാൻ പോയാൽ അവിടെ ഉണ്ടാകും. അങ്ങനെ ആളുകളുടെ ഒക്കെ അവർക്ക് പകർത്തണം. അത് ശരിയല്ല. മറിച്ച് ഫോട്ടോ എടുക്കൽ അനുവദനീയമായി കണ്ടാൽ പോലും അത് ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ എടുക്കാൻ പാടില്ല. അയാളത് അനുവദിക്കണം, എടുത്തോളൂ എന്ന് അനുവദിച്ചാലല്ലാതെ സഹോദരങ്ങളെ ഒരിക്കലും നമ്മൾ എടുക്കാൻ പാടില്ല. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അവിടെ പ്രത്യേകം പറയാണ്. അത് ഫോട്ടോ എന്ന് പറയുന്നത് നമ്മളെ സംസാരത്തെക്കാളും കൂടുതലാണ്. കാരണം അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഈ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല ഇയാളുടെ ഫോട്ടോ പിന്നെ എവിടെയെങ്കിലുമൊക്കെ വരുന്നത്, അല്ലെങ്കിൽ പിന്നെ വേറൊരാൾ ഇയാളുടെ ഫോട്ടോ, ഒരാണാകട്ടെ പെണ്ണാകട്ടെ, കാണുന്നത് അയാൾ ഇഷ്ടപ്പെടുകയുണ്ടാവുകയില്ല. അപ്പം അത് പാടില്ലാത്ത കാര്യമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹറമുകളിലൊക്കെ പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെയുള്ള ഭരണകൂടം അത് കർശനമായി താക്കീത് ചെയ്തിട്ടുണ്ട്. അവർക്ക് എപ്പോഴും ഇപ്പം മൈക്ക് കെട്ടിയിട്ട് ലോകത്തുള്ള 150 ഭാഷയിൽ വിളിച്ചു പറയാൻ സാധിക്കൂല. അവർ കൃത്യമായി അവരുടെ രേഖകളിൽ പറഞ്ഞ കാര്യമാണ്. പണ്ഡിതന്മാരവിടെ പലപ്പോഴും സംസാരിക്കാറുണ്ട്. ഹറമുകളിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ഇത് പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഉംറക്കൊക്കെ പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾക്കൊക്കെ ഈ കാര്യം നിങ്ങളൊന്ന് അറിയിച്ചു കൊടുക്കണം. നിങ്ങൾ പോകുന്നത് അവിടെയുള്ള ഇബാദത്തുകളൊക്കെ പകർത്താനും ആളുകളെ നാട്ടുകാരുടെ ഫോട്ടോ പകർത്താനല്ല, മറിച്ച് ഇബാദത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അവിടെയുള്ള ഓരോ നിമിഷത്തിനും വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. 2 റക്അത്ത് അവിടെ നിസ്കരിക്കുമ്പോൾ സുന്നത്ത് നിസ്കരിച്ചാൽ 1,00,000 കൂലിയാണ് കിട്ടുന്നത്. അതുപോലെ അവിടെ വെച്ച് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ കൂടുതൽ പ്രതിഫലമാണ്. ഇതിനു വേണ്ടി സമയം ചെലവഴിക്കുക. അതല്ലാതെ അവിടെ നടന്ന് ഫോട്ടോ എടുക്കുക, ഇനി യാതൊരു ആവശ്യമില്ല. അങ്ങനെ തീരെ ആവശ്യമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇതൊക്കെ നമുക്ക് 24 മണിക്കൂറും കാണാൻ TV ഉണ്ട്. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ടുപോയി ഇങ്ങനെ കാണിച്ചു കൊടുക്കാനുള്ളത്? ഏത് നേരം നോക്കിയാലും ആ കാര്യം നമുക്ക് കാണാവുന്നതാണ്. 24 മണിക്കൂറും അവിടെ ലൈവായി കാണാൻ പറ്റുന്ന കാര്യമാണ്. അത് യുക്തിക്ക് പോലും നിരക്കാത്ത, ഒരാവശ്യമില്ലാത്ത കാര്യമാണ് ജനങ്ങളുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ പകർത്തുക എന്നുള്ളത്. അത് ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന വ്യക്തിക്ക് ഇതിനോട് വലിയ വെറുപ്പുള്ള ആളാണെങ്കിലോ, നാളെ റബ്ബിന്റെ കോടതിയിൽ എന്തായിരിക്കും നമുക്ക് പറയാൻ സാധിക്കുക? അയാൾക്ക് തൃപ്തിപ്പെടുകയില്ല. നമ്മൾ അയാളുടെ പെർമിഷൻ ഇല്ലാതെയാണ് അയാളുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് നിൽക്കുന്നത്. ചിലപ്പോൾ അയാളുടെ ഭാര്യ ഉണ്ടാകാം, അയാളുടെ മക്കളുണ്ടാകാം. അവരുടെയൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ നമ്മുടെ കയ്യിലെടുക്കുക, നമ്മൾ റെക്കോർഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതാണ് ഈ ഹദീസിൽ ഉള്ളത്. അടുത്ത ഹദീസ്, وعن أنس رضي الله عنه قال رسول الله صلى الله عليه وسلم طوبى لمن شغله عيبه عن عيوب الناس أخرجه البزار بإسناد حسن. ഇമാം ബസ്സാർ അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണിത്. അത് വലിയ പ്രസിദ്ധമായ, മറ്റ് ഇമാം അഹ്മദിന്റെ മുസ്നദ് പോലെയോ അല്ലെങ്കിൽ മറ്റ് മുഹദ്ദിസീങ്ങളുടെ കിതാബ് പോലെ പ്രസിദ്ധമായ ഒരു കിതാബല്ല. പക്ഷേ ഈ ഹദീസ് അതിൽ ഒരുപാട് ഫായിദ ഉള്ളത് കൊണ്ടായിരിക്കാം ഇദ്ദേഹം ഈ കിതാബിൽ ഇത് കൊടുത്തിട്ടുണ്ട്. എന്താണ് കൊടുത്തിട്ടുള്ളത്? തൂബ ലിമൻ ശഗലഹു ഐബുഹു അൻ ഉയൂബിന്നാസ്. സ്വന്തം കുറവുകൾ പരിഹരിക്കുന്നതിൽ ഏർപ്പെട്ടതിനാൽ ജനങ്ങളുടെ കുറ്റങ്ങളെയും കുറവുകളെയും പറ്റി ചിന്തിക്കാൻ കഴിയാതെ പോയവർക്ക് തൂബ എന്നാണ് പറഞ്ഞത്. തൂബ എന്ന് പറയുന്ന വാക്കിന് നേർക്കുനേരെ മംഗളം എന്നും ശുഭാശംസ എന്നും ഒക്കെ പരിഭാഷപ്പെടുത്താറുണ്ട്. അതുപോലെ തൂബ എന്ന് പറയുന്നത് ഇസ്മുൻ ലിഷജറത്തിൻ ഫിൽ ജന്ന, സ്വർഗത്തിലെ ഒരു വൃക്ഷത്തിന്റെ പേരാണ്. അഥവാ അവന് സ്വർഗമുണ്ട്. സ്വർഗത്തിന്റെ ഒരു ഭാഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞാൽ അവന് സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്തയാണ് ഇവിടെ അറിയിക്കുന്നത്. എന്തു തന്നെയായാലും അവന് മംഗളങ്ങളാണ്. ദുനിയാവിലും ആഖിറത്തിലും അവന് നന്മയുണ്ട്. ആർക്കാണ് നന്മയുള്ളത്? ലിമൻ ശഗലഹു ഐബുഹു അൻ ഉയൂബിന്നാസ്. ഒരുവൻ തന്റെ കുറവുകൾ തന്നെ നോക്കി, തന്റെ സംസാരത്തിലെ പോരായ്മകൾ, തന്റെ പെരുമാറ്റത്തിലെ പോരായ്മകൾ, തനിക്ക് സംഭവിച്ചിട്ടുള്ള തിന്മകൾ, ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടി ഒരാൾ തിരക്കിലായി, വ്യാപൃതനായി. അതുകൊണ്ട് തന്നെ അവന് ജനങ്ങളുടെ കുറ്റവും കുറവൊന്നും പരതി നടക്കാൻ സമയം കിട്ടിയിട്ടില്ല. അവന്റെ ജീവിതകാലം മുഴുവനും അവൻ സ്വന്തത്തെ നന്നാക്കുന്നതിൽ വ്യാപൃതനായിരുന്നു. ആളുകളെ കുറ്റം പറയാൻ, ആളുകളെ കുറ്റം പ്രചരിപ്പിക്കാൻ. അതുകൊണ്ട് അവന് സമയം കിട്ടിയിട്ടില്ല. അങ്ങനെ എപ്പോഴും സ്വന്തത്തിനെ നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരുവന് തൂബയുണ്ട്, അവന് മംഗളമുണ്ട്, അല്ലെങ്കിൽ സ്വർഗമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അല്ലെ, ശരിക്കും നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ
നമ്മൾ ആരെങ്കിലുമൊക്കെ പലരുടെയും കുറ്റം പറയാം, അയാൾ അങ്ങനെയാണ്, അയാളുടെ സ്വഭാവം വളരെ അതാണ് എന്ന ആളുകൾ ഗൈബത്തൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി, നമ്മളിതൊക്കെ തികഞ്ഞ ആളാണോ? നമ്മുടെ അടുത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്? പലപ്പോഴും നമ്മൾ മറ്റൊരാളെ കുറ്റം പറയുന്ന സമയത്ത് അതേ കുറ്റം നമ്മുടെ അടുത്ത് ഉണ്ടാവും, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ നമ്മുടെ അടുത്ത് ഉണ്ടാവും. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കൂല. ആളുകൾക്ക് സ്വന്തം തിന്മകൾ അത് നിസ്സാരമായിരിക്കും, അല്ലെങ്കിൽ അത് കാണൂല. സ്വന്തം വലിയ വലിയ തിന്മകൾ ഉണ്ടാകും, പക്ഷെ അത് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ മറ്റൊരാളുടെ അടുക്കൽ നിന്നും തനിക്കൊരു മോശം സ്വഭാവം അനുഭവപ്പെട്ടാൽ, അല്ലെങ്കിൽ അയാളുടെ ഒരു മോശം സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ നമ്മളത് വലിയ തിന്മയായിട്ട് അത് പർവ്വതീകരിച്ച് അയാൾക്കെതിരെ ഒരു കേസുണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തത്രപ്പാടിലായിരിക്കും. സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കുല്ലു ബനി ആദം ഖത്താ, എല്ലാ മനുഷ്യന്മാർക്കും തെറ്റുകൾ സംഭവിക്കും. വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, ആ തെറ്റുകൾ സംഭവിക്കുന്നവരിൽ ഏറ്റവും നന്മയുള്ളത് അത് തിരിച്ചറിഞ്ഞ് റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന, തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകൾ. എല്ലാവർക്കും തെറ്റെന്തായാലും സംഭവിക്കും, തീർച്ചയാണ്. അതിൽ ഖൈറുള്ള ആളുകൾ തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്. അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ആളുകൾ, സ്വന്തത്തെക്കുറിച്ച്, സ്വന്തം തിന്മകളെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവരുടെ തിന്മകളിൽ വ്യാപൃതനായി സ്വന്തത്തെ നന്നാക്കുന്നതിനെ കുറിച്ച് മറന്നുപോയ ആളുകൾ, അവരുടെ അവസ്ഥ സഹോദരങ്ങളെ വളരെ കഷ്ടമായ കാര്യമാണ്. ഇനി സ്വന്തം തിന്മകളിലേക്കൊട്ട് പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം തിന്മകളിൽ നോക്കിയിട്ട് നമ്മൾ നിരാശപ്പെട്ടിരിക്കുക എന്നുള്ളതല്ല. അവിടെ ഉദ്ദേശിക്കുന്നത് ഇസ്ലാഹു, അവിടെ നന്നാക്കുക എന്നുള്ളതാണ്. സ്വന്തം തിന്മകൾ നോക്കുക, എന്നിട്ട് വേറൊന്നും ചെയ്യാതിരിക്കുക എന്നല്ല. കേവലം അങ്ങനെ നോക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ നോക്കുന്നതിന് റിസൾട്ട് വേണം. സ്വന്തം കാര്യം, അത് ഏത് വിഷയത്തിലാണ് എനിക്ക് കുറവുള്ളത്, അത് പരിഹരിക്കാനുള്ള മാർഗത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? സഹോദരങ്ങൾ എപ്പോഴും പരിശ്രമിക്കണം. അങ്ങനെ നമുക്ക് നന്നാകാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതാണ് ഏറ്റവും ഹൈറായിട്ടുള്ള കാര്യം. ഇവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, فإن قيل بعض أهل العلم إذا رد على صاحب البدعة قيل له اشتغل بعيوبك واترك عيوب الناس فهل هذا صحيح ومما يشمله الحديث. ചില പണ്ഡിതന്മാർ അഹ്ലുൽ ബിദ്അത്തിന്റെ ആളുകളെ, ദീനുൽ ഇസ്ലാമിനെ പൊളിക്കാൻ നടക്കുന്ന, അതിലില്ലാത്ത വിശ്വാസങ്ങളും കർമ്മങ്ങളും ആളുകളെ പറഞ്ഞു പഠിപ്പിക്കുന്ന, പ്രചരിപ്പിക്കുന്ന ബിദ്അത്തിന്റെ ആളുകൾ ഉണ്ടാകും. ജനങ്ങളെ നരകത്തിന്റെ വഴിയിലേക്ക് തളിച്ചു കൊണ്ടുപോകുന്ന നേതാക്കന്മാർ. അവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും? അത്തരം പണ്ഡിതന്മാരോട് പറയാറുണ്ട്, ഇഷ്തഗിൽ ബിഉയൂബിക് വത്റുക് ഉയൂബന്നാസ്, നീ നിന്റെ കുറ്റം നോക്ക്, മറ്റുള്ളവരുടെ കുറ്റം ചെയ്യല്ലേ. ഈ ഹദീസ് വെച്ചിട്ട് പറയാറുണ്ട്. അത് ശരിയാണോന്നാണ്? അതൊരിക്കലും ശരിയല്ല. മറ്റു ബിദ്അത്തുകളെ എതിർക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ വാഹകരെ എതിർക്കുന്നത് ഒരിക്കലും എന്നല്ല സഹോദരങ്ങളെ, സ്വന്തം കുറ്റം മറന്നിട്ട് മറ്റുള്ളവന്റെ കുറ്റം ചെയ്യലല്ല. യഥാർത്ഥത്തിൽ ബിദ്അത്തുകാരെ എതിരെ സംസാരിക്കാതിരിക്കുക, അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് അത് ഒരാളുടെ കുറ്റമാണ്. ഒരാളുടെ കുറ്റമാണത്, ഒരാളുടെ കുറവാണത് അങ്ങനെ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് അതിനെതിരെ സംസാരിച്ചുകൊണ്ടാണ് ആ കുറവ് നികത്തേണ്ടത്. അത് സ്വന്തം കുറവിനെ തന്നെയാണ് നികത്തുന്നത്. ഒരു ബിദ്അത്ത് നാട്ടിൽ പ്രചരിക്കുന്നത് കണ്ടു, ഷിർക്ക് ആളുകൾ പ്രചരിപ്പിക്കുന്നു, ഒരുപാട് ദീനിനെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്നു, ദീനിലില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. എന്നിട്ടൊരു ഇസ്ലാമിക പ്രബോധകൻ ഇതൊന്നും കണ്ടിട്ട് മിണ്ടാതെ അയാളുടെ കൈ ഒടിച്ചിരുത്തി അയാളുടെ കൂടെ പോയി ഇരുന്ന് അയാളുമായിട്ട് നല്ല സംഭാഷണം. ഒരു വേള പൊതുജനങ്ങൾ പറയും ഇയാൾ നല്ല മനുഷ്യനാണ്. അയാൾക്കെതിരെ സംസാരിച്ചാലോ പൊതുജനങ്ങൾ പറയും, പലരും കണ്ടില്ല ഇയാളിങ്ങനെ എല്ലാവരും കുറ്റം പറഞ്ഞ് നടക്കാൻ. സഹോദരങ്ങൾ, കുറ്റം പറയലല്ല, അയാളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ എന്തെങ്കിലുമൊക്കെ ഉള്ളിലേക്ക് നോക്കിയിട്ട് അതിനെക്കുറിച്ചിട്ടല്ല അവിടെ പരാമർശിച്ചിട്ടുള്ളത്. മറിച്ച് അയാൾ വിശ്വാസ കാര്യങ്ങളിൽ കടത്തിക്കൂട്ടിയ വിശ്വാസ വൈകല്യങ്ങളെയാണ് ചോദ്യം ചെയ്തുകൊണ്ട് അക്കമിട്ട് അയാളെ ഇകഴ്ത്തി താഴ്ത്തി കെട്ടി മറുപടി പറഞ്ഞിട്ടുള്ളത്. അത് അനുവദനീയമായ കാര്യമാണ്. അത് മറ്റുള്ളവന്റെ കുറവ് പരിധി നടക്കലല്ല, അതല്ലെങ്കിൽ മറ്റുള്ളവന്റെ കുറവ് നോക്കി സ്വന്തം കുറവിനെ മറക്കലല്ല. ഈ ഹദീസിൽ അത് പെടുകയില്ല എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ശരിക്കും ബോധവാന്മാരാകണം. കാരണം സമൂഹം പലപ്പോഴും അങ്ങനെയാണ്. ഒരു പ്രബോധകൻ അയാൾ എല്ലാവരെ കുറിച്ചും നല്ലത്, അങ്ങനെയുള്ള നല്ല കാര്യം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ സംസാരങ്ങൾ എപ്പോഴും സ്നേഹം, അല്ലെങ്കിൽ അങ്ങനെയുള്ള പൊതുവെയുള്ള ജനങ്ങൾക്ക് നന്മ ചെയ്യുക, ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ മാത്രം കേൾക്കുകയാണെങ്കിൽ പലരും പറയും നല്ല പ്രബോധകൻ, നല്ല പ്രാസംഗികൻ, ഒരാളെയും കുറ്റം പറയില്ല, നല്ല മനുഷ്യനാണ്, ഒരാളെ കുറിച്ചിട്ട് അയാൾ കുറ്റം പറയുന്നത് കേട്ടിട്ടില്ല. അല്ല സഹോദരങ്ങളെ, അത്തരം ബിദ്അത്തുകൾ പ്രചരിക്കുന്ന സമയത്ത് സമൂഹത്തിനെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന നേതാക്കന്മാർ പല രൂപത്തിലുള്ള ശിർക്കൻ വാദങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത, സഹാബികൾ പഠിപ്പിച്ചിട്ടില്ലാത്ത കർമ്മങ്ങൾ പുതുതായി ഉണ്ടാക്കി ജനങ്ങളെ അവരുടെ പോക്കറ്റ് കൊള്ളയടിക്കുകയും അവരുടെ ദീൻ കൊള്ളയടിക്കുകയും ചെയ്യുന്ന സമയത്ത് മിണ്ടാതെ നിൽക്കുക, അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുക എന്ന് പറയുന്ന ജനങ്ങളോട് തീരെ ഗുണകാംക്ഷയില്ലാത്ത, നസീഹത്തില്ലാത്തവരാണ്.
അവരല്ല യഥാർത്ഥത്തിലുള്ള നല്ല പണ്ഡിതന്മാർ. മറിച്ച് നല്ല പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുന്നവരാണ്. അതിൽപ്പെട്ടതാണ് അവരെ നരകത്തിൽ നിന്നുള്ള ഇത്തരം കാര്യങ്ങളിൽ നിന്നും താക്കീത് ചെയ്യുക എന്നുള്ളത്. ഒരു പക്ഷേ ജനങ്ങൾ അയാളെ വെറുത്തേക്കാം, എന്നാലും അയാൾ ആ പണി ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങളുടെ ഉപകാരത്തിന് വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, എന്റെ ഉപമ എന്ന് പറയുന്നത് തീയിലേക്ക് ചാടാൻ പോകുന്ന ഒരുവന്റെ ഊരക്ക് പിടിക്കുന്നവനെ പോലെയാണ്. അവൻ തീയിലേക്ക് പോകാൻ വേണ്ടി തീന്റെ വെളിച്ചം കാണുമ്പോൾ അതിലേക്ക് ഇങ്ങനെ ചാടാൻ വെമ്പൽ കൊള്ളുകയാണ്, അതിലേക്ക് ഇങ്ങനെ ചാടണം അതിന്റെ ആ തിളക്കം കാണുമ്പോൾ. എന്റെ ഉപമ എന്താണ്? ഊരക്ക് പിടിച്ച് അവനെ പിന്നോട്ട് വലിക്കുക എന്നുള്ളതാണ്. ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവനെ അതിലേക്ക് ചാടാൻ വിടാത്തതിന്റെ പ്രയാസമായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും ആരോടുണ്ടാവുക? പിടിക്കുന്ന ആളോടുണ്ടാവുക. ഇയാൾ എന്നെ അതിലേക്ക് വിടുന്നില്ല, അവിടെ നല്ല വെളിച്ചമുണ്ട്, നല്ല തിളക്കമുണ്ട്. പക്ഷെ അത് കത്തിയാളുന്ന തീയാണ്, കത്തിയാളുന്ന നരകത്തിലേക്കുള്ള പോക്കാണത്. ബാഹ്യമായ മോടിയാണ് നീ കണ്ടിട്ട് അതിലേക്ക് വീഴാൻ പോകുന്നത്, നീ നരകത്തിലേക്കായിരിക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെ അവനെ പിന്നിൽ നിന്ന് പിടിക്കുന്നവനോട് ഇയാൾക്ക് വെറുപ്പായിരിക്കും. സമൂഹത്തിൽ നടമാടുന്നൊരു മാസ്യത്തിനെ കുറിച്ച്, തിന്മയെക്കുറിച്ച്, മ്യൂസിക് കേൾക്കാൻ പാടില്ല, ഇങ്ങനെ താടിയൊക്കെ വടിച്ചങ്ങനെ നടക്കാൻ പാടില്ല, വസ്ത്രധാരണയിൽ മാന്യത കാണിക്കണം, സ്ത്രീകൾ മാന്യമായ വസ്ത്രം ധരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങളിൽ പല ആളുകളും ഇവരെ കുറ്റം പറയുന്നത് കാണാം. അതുപോലെ തന്നെ വല്ല ബിദ്അത്തുകളും നടക്കുമ്പോൾ ഇന്ന ആളുകൾ ചെയ്തത് ഇന്നയാൾ പറഞ്ഞത് തെറ്റാണ്, അയാൾ ശിർക്കൻ വാദമാണ് പറഞ്ഞത്, അയാൾ ബിദ്അത്താണെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന സമയത്ത് സാധാരണക്കാരായ പലരും ഇതിനെ വൈകാരികമായിട്ടാണ് കാണുക. കണ്ടില്ലേ, നാട്ടുകാരൊക്കെ കുറ്റം പറയലാണ് ഇയാളുടെ പണി, നിങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ നടന്നൂടെ, നിങ്ങൾക്കൊരു മുസ്ലിം ഐക്യം സ്വപ്നം കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വേറെ ചിലരും രംഗത്തിറങ്ങും. നിങ്ങൾക്ക് ഇങ്ങനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെതിരെ ഇവിടെ ഫാഷിസ്റ്റ് ശക്തികളൊക്കെ ഒരുമിക്കുകയാണ്, അപ്പോഴാണ് നിങ്ങളിങ്ങനെ ഇതിൻ്റെ അകത്ത് ശിർക്ക് ബിദ്അത്ത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടീം അതിൻ്റെ ഇടയിൽ മധ്യസ്ഥം പറയാൻ പറയും. യഥാർത്ഥത്തിൽ യാതൊരു അവകാശമില്ലാത്ത ദീനിന്റെ കാര്യങ്ങൾ അറിയാത്ത ആളുകളാണ് സംസാരിക്കുന്നത് സഹോദരങ്ങൾ. അതുകൊണ്ട് മനസ്സിലാക്കുക, അങ്ങനെ നിങ്ങൾ പണ്ഡിതന്മാരെ കണ്ടാൽ, ഷിർക്കിന്റെ ആളുകൾക്കെതിരെ സംസാരിക്കുന്നത് കണ്ടാൽ, ബിദ്അത്തിനെതിരെ ബിദ്അത്തിന്റെ ആളുകൾക്കെതിരെ താക്കീത് ചെയ്യുന്നത് കണ്ടാൽ, സമൂഹത്തിൽ നടമാടുന്ന തിന്മകളെക്കുറിച്ച് താക്കീത് ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ അത്തരക്കാരെ കുറിച്ച് നല്ലത് വിചാരിച്ചു കൊള്ളുക. അവരാണ് യഥാർത്ഥ പണ്ഡിതന്മാർ, അവരാണ് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ. അവരെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക. അതല്ലാതെ എല്ലാവരോടും ചിരിച്ചുകൊണ്ട് എല്ലാവരെയും കോർത്തിണക്കി എല്ലാവർക്കും തൃപ്തിയുള്ള സംസാരങ്ങൾ മാത്രം സംസാരിക്കുന്നവർ ജനങ്ങളോട് നസീഹത്തുള്ളവരല്ല, ഗുണകാംക്ഷയുള്ളവരല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അതിനുശേഷമുള്ള ഹദീസ്, വഅൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ قال رسول الله صلى الله عليه وسلم من تعاظم في نفسه واختال في مشيته لقي الله وهو عليه غضبان أخرجه الحاكم ورجاله ثقات. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും സ്വയം പെരുമ നടിക്കുകയും തആലമ ഫി നഫ്സി, ഒരാളുടെ കൽബിൽ ഉണ്ടാകുന്ന കാര്യമാണ്, കൽബിലുണ്ടാകുന്ന കിബ്റിനാണ് തആലമ ഫി നഫ്സിഹി എന്ന് പറയുന്നത്. ഉള്ളിൽ കിബറോട് കൂടിയാണ് നടക്കുന്നത്, അഹങ്കാരത്തോടു കൂടിയാണ് നടക്കുന്നത്. വഖ്താല ഫി മിഷിയത്തി, അത് അവന്റെ പുറമേക്ക് കാണിക്കുകയും ചെയ്തു, നടത്തത്തിൽ അഹന്തത കാണിക്കുകയും ചെയ്തു. അവന്റെ മിഷിയത്തിൽ, അവന്റെ നടത്തത്തിൽ എന്തുണ്ട്? നടത്തത്തിൽ വലിയ പൊങ്ങച്ചമാണ്. ഇഖ്താൽ എന്ന് പറഞ്ഞാൽ നടക്കത്തിൽ പൊങ്ങച്ചത്തോടു കൂടി അഹങ്കാരത്തോടു കൂടിയാണ് നടക്കുന്നത്. അപ്പോൾ ഉള്ളും പുറമൊക്കെ അഹങ്കാരം കൊണ്ടാണ്. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചതെന്നൊക്കെ നമ്മൾ പറയാറില്ല, അതേപോലെ തന്നെ മനസ്സ്, കൽബ് ജനങ്ങളൊക്കെ താഴ്ത്തി കെട്ടുന്ന, ജനങ്ങളെക്കാളൊക്കെ മികച്ചവൻ ഞാനാണ്, മറ്റുള്ളവരൊക്കെ പരിഹസിച്ച് താഴ്ത്തി കെട്ടുന്ന, ഹക്കിനോട് താഴ്ത്തി കെട്ടുന്ന സ്വഭാവം അത് ഉള്ളിലും പുറത്ത് നടത്തത്തിലുമൊക്കെ അങ്ങനെ തന്നെയാണ്. അവന്റെ രൂപഭാവങ്ങളിലൊക്കെ അഹങ്കാരത്തോടു കൂടിയുള്ള നടത്തവും ഒരാളിലുണ്ട് എങ്കിൽ ലഖിയല്ലാഹ, അവൻ അള്ളാഹുവിനെ നാളെ കണ്ടുമുട്ടുന്നത് വഹുവ അലൈഹി ഗൾബാൻ, അള്ളാഹു അങ്ങേയറ്റം കോപാലുവായിട്ടായിരിക്കും അവനെ കണ്ടുമുട്ടുക. അള്ളാഹുവിന് അത്തരക്കാരെ തീരെ ഇഷ്ടമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അഹങ്കാരമുള്ള ആളുകളെ തീരെ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഹങ്കാരം ഒരു കടുകുമണിയെങ്കിലും ഉണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. കാരണം അഹങ്കാരം എന്ന് പറയുന്നത് അവൻ സത്യം സ്വീകരിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഒരാളുടെ മനസ്സിൽ അഹങ്കാരം ഉണ്ടായാൽ അയാൾ എത്ര പറഞ്ഞു കൊടുത്താലും കേൾക്കും. ആരാണ് ഇവൻ എന്നോട് പറഞ്ഞാൽ, ഇവനെങ്ങനെ എന്നോട് പറയാൻ, ഞാനൊക്കെ പണ്ട് എവിടെയുള്ള ആളാണ്, അവൻ എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. അല്ല, എന്തെങ്കിലുമൊക്കെ ചെറിയ നിസാരമായി ഒരു ഉപദേശം ഒരാൾ പറഞ്ഞു കൊടുത്താൽ, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ ഇങ്ങനല്ല ചെയ്യേണ്ടത്, ആ ചെയ്തത് തെറ്റാണ് എന്ന് പറയുമ്പോൾ കൽബിൽ അഹങ്കാരം ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ സാധിക്കൂല. അതുകൊണ്ട് പിശാജ് ഒരാൾക്ക് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണം കൽബിൽ ഇങ്ങനെ അഹങ്കാരം ഇട്ട് കൊടുക്കുക. അഹങ്കാരിയുടെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറഞ്ഞാൽ അതാണ്, സത്യം സ്വീകരിക്കൂല. ജനങ്ങളെക്കാളൊക്കെ എനിക്കാണ് ഏറ്റവും കൂടുതൽ അറിയാം, എനിക്കാണ് ഏറ്റവും അറിവ്, ഞാനാണ് കൂടുതൽ സൂക്ഷ്മതയുള്ള ആൾ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും രൂപത്തിൽ ഉപദേശങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്താൽ അവരത്
സ്വീകരിക്കാതിരിക്കും. ആ രൂപത്തിൽ അഹങ്കാരിയായി നിന്ന് കഴിഞ്ഞാൽ സഹോദരങ്ങളെ അള്ളാഹു നാളെ അവനോട് കോപിക്കും എന്നാണ് പറയുന്നത്. എന്താണ് ഈ ഹദീസിൽ ഫായിദ? ഒന്ന്, തഹ്രീമു തആലുമി ഫിൻ നഫ്സ്, സ്വന്തം മനസ്സിൽ ഒരാൾക്ക് അഹങ്കാരം, പെരുമ നടിക്കുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ് എന്നാണ് പറയുന്നത്. എത്രത്തോളം ഒരാൾ സ്വന്തത്തിൽ പെരുമ നടിക്കുന്നുവോ അത്രത്തോളം അവൻ അള്ളാഹുവിന്റെ അടുക്കൽ ചെറുതാവുകയാണ്, ജനങ്ങളുടെ ഇടയിലും ചെറുതാവുന്നതാണ്. അവൻ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഇടയിൽ വലിയ ആളാകാനാണ് ഉദ്ദേശിച്ചത്. അള്ളാഹു തആല അവനെ തിരിച്ചുള്ള ശിക്ഷ അതിന്റെ വിപരീതം നൽകിയിട്ട് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തവാദഅ ലില്ലാഹ് റഫഅഹ്, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി വിനയം കാണിച്ചാൽ അള്ളാഹു അവനെ ഉയർത്തുന്നതാണ്. അവൻ വിനയം കാണിക്കണം. ആരുടെ മുന്നിലും കുതിര കയറാൻ, ആരുടെ മുന്നിലും മികച്ചു നിൽക്കാൻ അവൻ ആഗ്രഹിച്ചല്ല. ഒരു അള്ളാഹുവിന്റെ നല്ലൊരു അടിമയായി ജീവിക്കാൻ, വിനയത്തോടു കൂടി ജീവിക്കാൻ അവൻ ശ്രമിച്ചാൽ റഫഅഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഉയർത്തുന്നതാണ്. എന്നാൽ ഒരാൾ ഉയരാൻ ശ്രമിച്ചാലോ അള്ളാഹു അടിച്ചവനെ താഴ്ത്തിക്കളയും. അള്ളാഹു സുബ്ഹാനഹു വ തആല അടിച്ചവനെ താഴ്ത്തിക്കളയും. ഇതാണ് അതിന്റെ ശിക്ഷ. രണ്ട്, തഹ്രീമുൽ ഇഖ്തിയാലി ഫിൽ മിഷ്യ, നടത്തത്തിൽ ഈ രൂപത്തിൽ അഹന്ത കാണിക്കുക എന്ന് പറയുന്നത് അത് നിഷിദ്ധമാണ്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, പെരുമ നടിക്കുന്ന, പൊങ്ങച്ചം കാണിക്കുന്ന, അഹന്ത കാണിക്കുന്ന ഒരാളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയില്ല. അള്ളാഹു തആല ഇഷ്ടപ്പെടുകയില്ല. വലാ തംശി ഫിൽ അർളി മറഹ, അള്ളാഹു സുബ്ഹാനഹു വ തആല മറഹായിട്ട്, അഹങ്കാരത്തോടുകൂടി, പൊങ്ങച്ചത്തോടുകൂടി നടക്കുന്നത് അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നില്ല. ലുക്മാൻ തന്റെ മകന് നൽകിയ ഉപദേശത്തിൽപ്പെട്ട ഒരു കാര്യമാണത്. എപ്പോഴും ശ്രദ്ധിക്കുക. മൂന്ന്, ഇസ്ബാതു ലിഖാഇല്ലാഹി അസ്സ വജൽ, നാളെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുമെന്നുള്ള സ്ഥിരപ്പെടുത്തൽ. ഖുർആനിൽ ഒരുപാട് ആയത്തിലുള്ളതുപോലെ ഈ ഹദീസിലും പറയുന്നു, വത്തഖുല്ലാഹ് വഅലമു, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക, അന്നകും മുലാഖൂഹ്, തീർച്ചയായും നിങ്ങൾ അവരെ കണ്ടുമുട്ടുന്നതാണ് എന്ന് വന്നിട്ടുണ്ട്. അപ്പം അത് ഈ ഹദീസിലുണ്ട്. നാലാമത്തത്, ഇസ്ബാത്തുൽ ഗളബ് ലില്ലാഹി അസ്സ വജൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കോപം എന്ന് പറയുന്ന സിഫത്ത്, വിശേഷണം അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. വിശേഷണമുണ്ട്, അള്ളാഹുവിനുള്ള ഒരു വിശേഷണമാണ്. അഹ്ലുസുന്നത്തിൽ പെടാത്ത ചില ആളുകൾ, അശ്അരികളെ പോലെയുള്ള ചിലർ എന്തു ചെയ്യും? ഈ സിഫത്തിനെ നിഷേധിക്കാറുണ്ട്. നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇല്ല എന്നവർ പറയില്ല, മറിച്ച് അവർ മറ്റെന്തെങ്കിലുമൊക്കെ തഅ്വീലുകൾ, യഥാർത്ഥ രൂപത്തിലല്ലാത്ത ദുർവ്യാഖ്യാനങ്ങൾ അവരത് നൽകും. അത് നൽകാനുള്ള കാരണം എന്ന് പറയുന്നത് അവർ കോപത്തിന്റെ നിർവചനം, പൊതുവായിട്ടുള്ള നിർവചനം എടുക്കും. കോപം എന്ന് പറഞ്ഞാൽ അത് രക്തം തിളച്ച് ശരീരത്തിന്റെ രക്തധമനികളിലൂടെ ഒഴുകി നിയന്ത്രണം വിടുന്ന അവസ്ഥയാണ് കോപം എന്ന് പറയുന്നത്. അത് അള്ളാഹുവിന് യോജിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത് റബ്ബിന് ഈ വിശേഷണമില്ല എന്ന് പറയുകയും അങ്ങനെ സ്ഥിരപ്പെട്ട ഹദീസുകളെ തള്ളുകയും ചെയ്യേണ്ട അവസ്ഥ വരുന്നത്. എന്നാൽ അഹ്ലുസുന്ന സ്ഥിരപ്പെട്ട ഹദീസുകളെ തള്ളാറില്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പറയപ്പെട്ട ഏതൊരു വിശേഷണം, ഏതൊരു സിഫത്തുൻ അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതുപോലെ മറ്റൊരാൾക്കുമില്ല. അതുകൊണ്ട് നമുക്കുള്ള, മനുഷ്യർക്കുള്ള കോപത്തെക്കുറിച്ചാണ് നേരത്തെ നിർവചിക്കപ്പെട്ടത്. അത് രക്തം തിളക്കലും, അത് കൽബിൽ നിന്നും രക്തം ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒഴുകലും ഒക്കെ അത് മനുഷ്യന്റെ കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള കോപം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ജലാലത്തിന്, അവന്റെ അളമത്തിന്റെ, അവന്റെ മഹത്വത്തിന് യോജിക്കുന്ന രൂപത്തിലാണ്. അതുകൊണ്ട് ഖുർആനിൽ ഒരു സിഫത്ത് സ്ഥിരപ്പെട്ടാൽ, ഹദീസിൽ ഒരു സിഫത്ത് സ്ഥിരപ്പെട്ടാൽ നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് തള്ളിക്കളയുക എന്ന് പറയുന്നത് അഹ്ലുസുന്നത്തിന്റെ രീതിയല്ല, മറിച്ച് അത് ബിദ്അത്തുകാരുടെ രീതിയാണ്. അതുകൊണ്ട് എന്ത് സിഫത്താണോ പറഞ്ഞത് അത് നമ്മൾ എന്ത് ചെയ്യും? അള്ളാഹുവിന് യോജിക്കുന്നത് പോലെ അതുണ്ട് എന്ന് വിശ്വസിക്കും. അള്ളാഹുവിന് യോജിക്കുന്നത് പോലെ അതുണ്ട്. നമുക്ക് അള്ളാഹുവിന്റെ അസ്തിത്വം എങ്ങനെയാണെന്ന് അറിയില്ല, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഓരോ വിശേഷണങ്ങളും എങ്ങനെയാണെന്ന് അറിയില്ല. അതുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഉണ്ട് എന്ന് വിശ്വസിക്കുക, അത് അതുപോലെ വിശ്വസിക്കുക. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അതിനെതിരായ വിശ്വാസം ഒരാൾ വെച്ച് പുലർത്തിയാൽ അയാൾ പിഴവിലാണ്, ബിദ്അത്തിലാണ് എന്ന് മനസ്സിലാക്കുക. അടുത്ത ഹദീസ്, അൻ സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുമാ ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അജലതു മിനശ് ശൈത്താൻ അഖ്റജഹു തിർമിദിയു വഖാല ഹസൻ. സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുമാ പറയുന്നു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അജല, ധൃതി എന്ന് പറയുന്നത് മിനശ് ശൈത്താൻ, അത് പിശാചിൽ നിന്നുള്ളതാണോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിശാചിന്റെ പ്രേരണയിലാണ് ഉണ്ടാകുന്ന ഒരു ദുസ്വഭാവമാണ് അജലത്ത്, എല്ലാത്തിനും ധൃതി കൂട്ടുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മൾ ചിന്തിക്കാതെ, കാര്യങ്ങൾ പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കാതെ, ഉൾക്കൊള്ളാതെ പെട്ടെന്ന് എന്തെങ്കിലും എടുത്ത് പറയാം, പെട്ടെന്ന് എന്തെങ്കിലും എടുത്ത് പ്രവർത്തിക്കുക, അങ്ങനെ തിരക്കൂട്ട് ചെയ്യുക. നമ്മളൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ കേട്ട പാതി കേൾക്കാത്ത പാതി അയാൾ ചെയ്യുക എന്ന് നമ്മൾ പറയാറുണ്ട്. എന്താണ് പറഞ്ഞതെന്ന് ശരിക്കും കേട്ടിട്ടില്ല, അപ്പോഴേക്കും അതിന് പ്രതികരിക്കുക. എന്താണ് അയാൾ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായിട്ടില്ല, അപ്പോഴേക്കും തിരക്ക് കൂട്ടി അതിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഇത് മനുഷ്യന്റെ ഒരു മോശം
ഗുണമാണ്, അവനോടൊപ്പമുള്ളൊരു ഗുണമായിട്ട് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. വകാനൽ ഇൻസാനു അജൂല, മനുഷ്യൻ എന്ന് പറയും തിരക്കൂട്ടുന്നവരാണ്. മനുഷ്യൻ എല്ലാത്തിനും ഒരു തിരക്കുണ്ട്, അത് മനുഷ്യനൊരു പൊതു സ്വഭാവമാണ്. അതുകൊണ്ട് ഓരോരുത്തരും, എല്ലാ മനുഷ്യന്മാർക്കും ഈ ഒരു ഗുണമുണ്ടെന്ന് മനസ്സിലാക്കണം. ഓരോരുത്തരും അതിനെതിരെ പ്രയത്നിക്കണം. എന്നാൽ അപൂർവം ചില ആളുകൾക്ക് എന്ത് ചെയ്യും, അവരുടെ പ്രകൃതിയാൽ തന്നെ അവർക്ക് തഅന്നി എന്ന് പറയുന്ന അവധാനത എന്ന് പറയുന്ന ഗുണം ഉണ്ടാവും. അവരെല്ലാം ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് എടുത്തു ചാടുന്ന, അങ്ങനെ പോയി അപകടത്തിൽപ്പെടുന്നത് അവർക്ക് വളരെ കുറവായിരിക്കും. പക്ഷെ അതെല്ലാവർക്കും കിട്ടുകയില്ല. എന്നാൽ അത് കിട്ടാത്ത ആളുകൾ ശരിക്കും അത് ഉണ്ടാക്കിയെടുക്കണം, പഠിച്ചെടുക്കണം. കാര്യങ്ങൾ കേൾക്കുമ്പോൾ ശരിക്കും ഗ്രഹിച്ച് മനസ്സിലാക്കിയിട്ട് സഹോദരങ്ങളെ അത് ശ്രദ്ധിക്കണം. എന്നാൽ നന്മയിൽ നമുക്ക് എന്ത് ചെയ്യാം, തിരക്ക് കൂട്ടാം. ഒരു നന്മയായിട്ടൊരു കാര്യം അറിയിച്ചാൽ അത് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് തിരക്ക് കൂട്ടാം. അതല്ല ഇവിടെ പറയുന്നത്, അല്ലേ? നമുക്ക് നന്മയായിട്ടൊരു കാര്യം അറിയിച്ചു തന്നു, ഒരു നിസ്കാരത്തെക്കുറിച്ച്, ഒരു ദുഹാ നിസ്കാരത്തെക്കുറിച്ച് അറിഞ്ഞു, രാത്രി നിസ്കാരത്തെക്കുറിച്ച് അറിഞ്ഞു, തിരക്ക് കൂട്ടണം. തൊട്ടടുത്തത് തന്നെ ചെയ്യാൻ താല്പര്യം. നോമ്പിനെ കുറിച്ച് അറിയിച്ചു, സുന്നത്തായ ദിക്റിനെ കുറിച്ച് അറിയിച്ചു, ഹദീസിൽ സ്ഥിരപ്പെട്ട ഒരു ദുആ പഠിച്ചു, തിരക്ക് കൂട്ടണം. നന്മയുള്ള കാര്യത്തിനെല്ലാം തന്നെ നമ്മൾ വേഗം തിരക്ക് കൂട്ടണം. കാരണം ചിലപ്പോൾ നമുക്ക് നാളെ അത് ലഭിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ അതല്ലാത്ത കാര്യങ്ങൾ സഹോദരങ്ങളെ അത് ശരിക്ക് പഠിച്ച് മനസ്സിലാക്കണം. ചില ആളുകൾ എന്ത് ചെയ്യും, ഒരു കാര്യം ഒരാൾ പറയുന്നത് മുഴുപ്പിക്കാൻ പോലെ സമയം ഉണ്ടാവില്ല, തിരക്കായിരിക്കും. അത് അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞ ആളെ അല്ല. നമ്മൾ ശരിക്ക് മനസ്സിലാക്കിയിട്ട് വേണം എല്ലാ കാര്യങ്ങളിലും അഭിപ്രായവും നമ്മുടെ പ്രവൃത്തികളുമൊക്കെ അങ്ങനെ ചെയ്യണം. ഇങ്ങനെ തിരക്കൂട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്ന് പറയുന്നതിന് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കും. നിത്യജീവിതത്തിൽ തന്നെ, കുടുംബ ബന്ധത്തിൽ തന്നെ എത്ര ആളുകൾക്കാണ് സഹോദരങ്ങളെ ഈ തിരക്ക് കൂട്ടൽ കാരണം അവരുടെ വൈവാഹിക ബന്ധങ്ങളിൽ പോലും വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ചെറിയ എന്തെങ്കിലും കാര്യമാണ്, ഒന്ന് പരിഹരിക്കാമായിരുന്നു. ഒന്ന് കൂടിയിരുന്നാൽ, ഒരു മസ്ലഹത്ത് ഉണ്ടാക്കിയാൽ ശരിയാവുന്ന, നന്നാവുന്ന പല കാര്യങ്ങളും പിശാചിന്റെ ഇടപെടൽ കാരണത്താൽ, മനുഷ്യന്റെ പ്രകൃതിയാൽ ഉണ്ടാകുന്ന ഈ കാരണത്താൽ, ഈ അജലത്ത് എന്ന് പറയുന്ന തിരക്കൂട്ടൽ എന്ന് പറയുന്ന കാരണത്താൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തലാഖിന്റെ വാക്ക് പറഞ്ഞ ആളുകൾ തലാഖിന്റെ വാക്ക് പറഞ്ഞാൽ തിരക്കാണ്. ഒന്ന് പഠിക്കാൻ, അല്ലെങ്കിൽ അവളിലൊരു ദുസ്വഭാവം കണ്ടു, അവനിലൊരു ദുസ്വഭാവം കണ്ടു, എന്താണെന്ന് ശരിക്കും പഠിക്കാൻ, മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ തിരക്ക് കൂട്ടിയിട്ട് ചെയ്യും. പിന്നീട് എന്താണ് സഹോദരങ്ങളെ, ആ തിരക്ക് കൂട്ടലിന്റെ പരിണിത ഫലം എന്ന് പറയുന്നത് അന്നദാമത്താണ്, ഖേദമായിരിക്കും. വെറുതെ അന്ന് അങ്ങനെ എടുത്തു ചാടി ചെയ്യേണ്ടായിരുന്നു. എത്ര ആളുകൾ പറയാറുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഖേദമുണ്ടാകുന്ന കാര്യം ഒന്ന് പഠിച്ച് ചെയ്താൽ മതിയായിരുന്നു, ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതിയായിരുന്നു എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പലപ്പോഴും ആളുകൾ ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ചിന്തിക്കാറുണ്ട്. സഹോദരങ്ങളെ, നമ്മളതുകൊണ്ട് ശ്രദ്ധിക്കുക. നന്മകൾ നമുക്ക് മനസ്സിലായാൽ അത് തിരക്ക് കൂട്ടി നമ്മൾ വേഗത്തിൽ നടപ്പിൽ വരുത്തുക. അതല്ലാത്ത ഏത് കാര്യമാണെങ്കിലും നമുക്ക് വ്യക്തത വരുന്നത് വരെ, അത് പഠിച്ചു മനസ്സിലാക്കുന്നത് വരെ തിരക്ക് കൂട്ടാതെ ഇരിക്കുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഹദീസുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. നമ്മൾ കേട്ട ഹദീസുകളൊക്കെ ഒന്ന് നമ്മളെപ്പോഴും ഒരു മുറാജഅ, നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ഹദീസ് പഠിച്ചത്, എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്. കാരണം ഇതൊക്കെ സഹോദരങ്ങൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ഒന്നുകിൽ നമുക്ക് പകർത്തേണ്ട ഗുണങ്ങളാണ്, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റേണ്ട കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മളത് വായിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടും കേട്ടുകൊണ്ടുമൊക്കെ ഇരിക്കണം. എന്നാലാണ് നമുക്കത് ഉൾക്കൊള്ളാൻ, അതുപോലെ തന്നെ പ്രാവർത്തികമാക്കാനൊക്കെ സഹായകമാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കേട്ട എല്ലാ നന്മകളും ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.